അല്ലേ? വലുപ്പ കഷ്ണം പോലെ ഇപ്പൊ നമ്മള് കുക്കറിലിട്ടത് വേഗം കണ്ട ഇത് നെയ്യൊക്കെ കണ്ട അത് നമുക്ക് മാറ്റണം. വേണ്ട വെള്ളം ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളപ്പൊക്കം എനിക്കുണ്ടത് കണ്ടിട്ട് വേവില്ലേ ഇതുള്ള ചിന്തയൊന്നും നല്ല ഫ്രൈ പോലെ ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇട്ടിട്ട് ഈ ഒരു ഞാൻ ഫ്രൈ ആക്കാന്ന് വെച്ചിട്ട് അയ്യോടാ ലച്ചു ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. ഇന്നൊരു ചെറിയൊരു ഞായറാഴ്ച വ്ലോഗ് ചെയ്യാന്ന് കേട്ടോ വിചാരിച്ചപ്പോ ദേ നല്ല പോർക്ക് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നല്ല ഫ്രൈ പോലെ ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പുറത്തെ ചോറും വെച്ചിട്ടുണ്ട്, കുക്കറിലാണ് വെക്കണത്. അപ്പൊ കുക്കറിൽ വെക്കുമ്പോൾ എല്ലാവരും പറയണത് ഭയങ്കര ഒട്ടിയിരിക്കും, എന്താ പറയാ ഇങ്ങനെ സ്റ്റിക്കി പോലെ. അപ്പൊ ഞാൻ കാണിച്ചു തരാം ഞാനെങ്ങനെ. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ നെയ് പീസില്ലേ അതെല്ലാം കൂടെ ഇതിലോട്ട് ഇട്ടിട്ട് ഈ ഒരു പോർക്ക് ഫ്രൈ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ നമുക്ക് സവാള വേണ്ട, ചെറിയ ഉള്ളി വേണ്ട, ഒന്നും വേണ്ട കേട്ടോ. ഭയങ്കര സിമ്പിളാക്കി എടുക്കാൻ പറ്റും. ലച്ചുവിന് ഭയങ്കര ഫ്രൈ ഇഷ്ടമല്ല. അപ്പം ഞാൻ കുറച്ചിങ്ങനെ സോഫ്റ്റ് ആക്കി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടിയപ്പം ഇതും കൂടെ അങ്ങോട്ട് കഴിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചിലവർക്ക് പോർക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് അങ്ങനെ ബീഫും ചിക്കനും കഴിക്കണമല്ലോ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഈ രീതിയിൽ ഇങ്ങനെ ഫ്രൈ ആക്കി ഫ്രൈ ആക്കിയിട്ട് അത് പയ്യ റോസ്റ്റ് പോലെ ആക്കി എടുക്കാൻ പറ്റുമോ? ഞാൻ ഫ്രൈ ആക്കാന്ന് വെച്ചിട്ട് എപ്പോഴും ഫ്രൈ ചെയ്ത് എടുക്കുമല്ല, എന്നിട്ട് അതൊരു പണിയായിരുന്നു. എനിക്ക് പണിയാണ്. ഇതെനിക്ക് ഇങ്ങനെ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാതെ ഈ മെയിൻ്റെ കൈ കുത്തിക്ക് വരും. ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്ത് നമ്മുടെ നല്ല പീസുകൾ എന്താ ഇത് ഞാൻ കണ്ടില്ലേ. നമുക്ക് ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ആകെ ഇത്തിരി ഉണ്ടാവുള്ളൂ കേട്ടോ. പോർക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ വാങ്ങി അതെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ആകെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പം അതേ ഇതിൽ കുറച്ച് എന്താ പറയുക ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ എന്താ ചെയ്യുക, അതെന്താ അത് ഇതിലുള്ളത് കേട്ടോ. സാധാരണ നമ്മൾ എന്താ ചെയ്യുക, എല്ലാം മൂപ്പിച്ചിട്ടല്ലേ നമ്മൾ ഇട്ട് കൊടുക്കുക. വീണ്ടും ഒന്ന് ഇളക്കുക. പിന്നെ ഇളക്കിയതിന് ശേഷം ഇതിലേക്കെല്ലാം പിടിക്കും കേട്ടോ. വെളുത്തുള്ളി ഞാൻ ഒരു കുട അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആഡ് ചെയ്യാൻ വേണ്ടി പോണത് കായപ്പൊടിയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോണത്. ഇതാരെങ്കിലും ചെയ്യാറുണ്ടോ? കുറേ ഇടണ്ട, അപ്പോൾ ഒരു കയ്പ് പോലെ വരും. ഉണ്ടില്ലേ ഇത് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ എല്ലാം മൂപ്പിച്ചിട്ടല്ലേ നമ്മളിത് ചെയ്യാറുള്ളൂ. ഇത് നമ്മൾ തല തിരിച്ചാട്ടോ ചെയ്യണത്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ എന്ത് മസാല വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഗരം മസാലയാണ് ഇപ്പോൾ ഞാൻ എടുത്ത് കഴിക്കുന്നത്. ഇനി നമ്മൾ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ ഇട്ടിട്ടില്ല. ഇതെന്താണെന്ന് പറയാൻ പറ്റുമോ? ഏതാന്ന് പറയാൻ പറ്റുമോ? വെളുത്തുള്ളി അതല്ലേ ആദ്യം ഇട്ടത്. വേറെന്താ? പറയേ. സവാള വേണ്ടെന്ന് ആദ്യം പറഞ്ഞില്ലേ ഞാൻ. ഉപ്പ് ഉപ്പ് കണ്ടില്ലേ, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അയ്യോടാ ലച്ചു ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. ഇന്നത്തെ പണി ഇതായിരുന്നു. ഓരോ ദിവസവും ക്ലാസ്സില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. കുറച്ച് വിനീഗറാണ് കേട്ടോ ഞാൻ എടുക്കണത്. ഒരു ഇതിന് വേണ്ടിയിട്ട്, ഒരു പുളി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ. ഇതെല്ലാം കൂടെ ഒന്ന് ഇനി ഇതിന്ന് എന്ത് ചെയ്യുന്നറിയോ, കുറച്ച് നേരം, അതായത് ഇപ്പം ഞാൻ 10 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് ഞാനൊന്ന് തുറന്ന് നോക്കുമ്പോൾ നെയ്യെല്ലാം വന്നിട്ടുണ്ട്. ആ നെയ്യ് ഊറ്റിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യണം. യൂട്യൂബ് നോക്കിയാൽ ചെയ്ത് കാരണം സവാളയൊക്കെ അരിഞ്ഞ് ഇതാവും. പിന്നെ ഇതാകുമ്പോൾ കുഴപ്പമില്ല. അപ്പം ലച്ചുവിൻ്റെ പോർക്ക് എന്താ പറയുക ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. മുളക് പൊടി ഇട്ടിട്ടുണ്ട്, വലുതായിട്ട് അങ്ങോട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ എന്താ ഈ പീസ് തന്നെ നമ്മൾ കഴിച്ചോ. അയ്യോ അവൾക്ക് വിശക്കണം എന്ന് പറഞ്ഞോണ്ടേ വേഗം
ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഇത് കണ്ട വെള്ളം, ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളപ്പൊക്കമാണ് കേട്ടോ. വേണ്ട വേണ്ട, ഇത് ചോട്ടിൽ ഐസ് വെള്ളം. വേപ്പില, ഓർഗാനിക് വേപ്പില. ആർക്കെങ്കിലും വേപ്പിലാണെങ്കിൽ പറഞ്ഞാൽ മതി. ഇവിടെ കുറേ തൈയുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അവസ്ഥ എന്താന്ന് നോക്കാം. തുറന്നോട്ടെ. കണ്ടോ കണ്ട എണ്ണയൊക്കെ കിനിഞ്ഞ് നമ്മൾ ഇതിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല കേട്ടോ. കണ്ട. അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങൾ പോർക്ക് ഉണ്ടാക്കുക. ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടില്ല കേട്ടോ. എന്നുവെച്ചാ യൂട്യൂബിൽ കണ്ടതാ. ഇപ്പൊ എനിക്ക് അറിയില്ല അത് ആരുടെ ചാനലാ, ഒന്നും അറിയില്ല. അന്നൊരു സമയത്തൊന്ന് നോക്കി, അത്ര തന്നെ ഉള്ളൂ. പിന്നെ അത് ആരാ ചെയ്തതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒരു വയസ്സായിട്ടുള്ളൊരു അങ്കിള് ചെയ്ത വീഡിയോ ആയിരുന്നു കേട്ടോ. നല്ലതായിരുന്നു. അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇത് കണ്ട, ഇത് നെയ്യൊക്കെ കണ്ട, നമുക്ക് മാറ്റണം. അല്ലാതെ ഇത് ഫ്രൈ ആയിട്ട് വരില്ല. ഇതൊക്കെ നിസാരം. അപ്പൊ ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനിയും കാണാം കേട്ടോ. കണ്ടോ നിക്ക്, ഇതാവട്ടെ. ഇത് വെക്കേ കുറച്ച് വേപ്പില ഇങ്ങനെ നല്ലൊരു ഭംഗിയൊക്കെ വരുള്ളൂ. ആൾക്കാർക്ക് നല്ല എരിവ് വേണമല്ലോ. എനിക്ക് നല്ല ഇഷ്ടം എരിവ്. പക്ഷെ വെച്ചും ചെയ്തോന്നൊക്കെ വളരെ കുറച്ച് എരിവ് കഴിക്കും. അപ്പം അതനുസരിച്ച് പിന്നെ ഞാൻ വെച്ചാൽ ഈ ബീഫിലും പോർക്കിലൊക്കെ ഇത്തിരി എരിവൊക്കെ ഉണ്ടെങ്കിലാണ് അതിൻ്റെ ഒരു ഗുമ്മസി വരുള്ളൂ. പീസൊക്കെ കണ്ടില്ലേ, വലുവ കഷ്ണം പോലെ. ഇപ്പം നമ്മൾ കുക്കറിലിട്ടത് വേവിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതൊക്കെ ചമ്മന്തി ആയിട്ട് പോവും. അപ്പം ആരും പേടിക്കുകയും വേണ്ട. കുക്കറിൽ വെച്ചിട്ട് വെന്തിട്ട് അങ്ങനെ നമ്മൾ കുറേ സമയം എടുത്തിട്ടാട്ടോ അത് അടച്ചു വെച്ച് മൂടി വെച്ച് എല്ലാം റെഡിയാക്കി എടുത്തത്. അപ്പോൾ അതേ ചോറ്, അമ്മ ഇതേ പടവലങ്ങയും പരിപ്പും കൂടി ഇത്തിരി ലൂസ് പോലത്തെ കറിയാണ് കേട്ടോ. പിന്നെ ക്യാരറ്റ് അച്ചാറ്, പിന്നെ നമ്മുടെ പോർക്ക്. ഈ പോർക്ക് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എപ്പോഴും എന്തെങ്കിലും അച്ചാറോ സാലഡോ, സാധാരണ ഞാൻ സാലഡാണ് ഉണ്ടാക്കാറ്. പോർക്ക് പിന്നെ ഞാൻ കുറച്ചതാണ് നമ്മുടെ ഇതും കൂടെ ഇച്ചിരി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതേ കുക്കറിൽ വെച്ച ചോറാണ് കേട്ടതാ. എവിടെ കുഴഞ്ഞു വയ്ക്കണതാ, മണി പോലെ കിടക്കണില്ല. അപ്പം എന്നോട് കുറച്ച് പേര് ചോദിക്കാറുണ്ട് കേട്ടോ, കുക്കറിൽ വെച്ചാൽ എങ്ങനെയാണ്. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും. ടേസ്റ്റ് ആണല്ലോ മസ്റ്റ്. വിശന്നിട്ടുണ്ടല്ലോ, പറ്റണില്ലാതെ. സത്യം പറഞ്ഞാൽ വെറുതെ കഴിക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ അച്ചാറ്, ഉണക്കമാങ്ങ അച്ചാറ്. വരാം. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ.